മഹാരാഷ്ട്രയിലെ ഒരു കോട്ട വഖഫിൻ്റെ ആണെന്ന് അവകാശവാദം ഉന്നയിച്ച് അവർ വന്നിരുന്നു. ഏതാണ്ട് അരനൂറ്റാണ്ടായെന്ന് തോന്നുന്നു അതിൻ്റെ തർക്കം തുടങ്ങിയിട്ട്. ഇപ്പോൾ കോടതി വിധി അതൊരു ദുർഗാക്ഷേത്രമാണെന്നാണ് വിധിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വാസ്തവം? ഇത് ശിവജിയുടെ കോട്ടയും ക്ഷേത്രവുമാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഏതെങ്കിലും ഒരു കോട്ടയല്ല. കല്യാൺ ജില്ലാ സെഷൻസ് കോടതി, ആ കോടതിയുടേതാണ് വിധി. 48 വർഷം പഴക്കമുള്ളൊരു തർക്കത്തിനാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. അതായത് ദുർഗടി കോട്ട എന്നാണ് ഇതിൻ്റെ പേര്. ഈ ദുർഗടി കോട്ട വഖഫാണ് എന്ന് ഈ ഇസ്ലാമിസ്റ്റുകൾ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഈ ശിവജിയുടെ കോട്ടയാണെന്ന് അറിഞ്ഞിട്ട് അതൊക്കെ അറിയാമല്ലോ. അവർക്ക് അമ്പലങ്ങൾ മുഴുവൻ തങ്ങളുടേതാണെന്ന് വരുത്താനുള്ള താല്പര്യമാണല്ലോ. അപ്പോൾ ദുർഗടി കോട്ട മറ്റേ മോസ്കും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് മജ്ലിസ് ഇ മുഷാവറീൻ മസ്ജിദ് ട്രസ്റ്റ് ഇവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ആ അവകാശം ഇത് മോസ്കാണെന്നും ഇത് വഖഫ് സ്വത്താണെന്നും ഈ മസ്ജിദ് ട്രസ്റ്റ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. അതിൽ കഴമ്പില്ല. ഇത് ദുർഗമാതാ ക്ഷേത്രമാണ്, ദുർഗടി കോട്ട എന്ന് കോടതി വിധിച്ചു. ശിവജിയുമായി വലിയ ബന്ധമുള്ള ഒരു ദുർഗാക്ഷേത്രമാണിത്. അദ്ദേഹമാണ് ഈ ദുർഗാക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതൊരു ഹിന്ദുമത പ്രദേശമായിട്ട് തെറ്റായ രേഖയിൽ വന്നതാണെന്ന് ഈ ഇസ്ലാമിക ട്രസ്റ്റ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ സെഷൻസ് ജഡ്ജി AS ലഞ്ചേവാർ അതൊന്നും സമ്മതിച്ചില്ല. ഈ കോടതിയിൽ നിന്ന് കേസ് വഖഫ് ട്രൈബ്യൂണലിന് മാറ്റണം എന്നും ഈ ഇസ്ലാമിക ട്രസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതും കോടതി നിരസിച്ചു. വഖഫ് ട്രൈബ്യൂണലിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വഖഫ് ട്രൈബ്യൂണൽ വഖഫിന് അനുകൂലമായിട്ടല്ലേ നിലകൊള്ളുള്ളൂ. ഇത് ഹർജി കൊടുത്തത് ഹിന്ദു ഭാഗത്ത് നിന്ന് ദിനേശ് ദേശ്മുഖ് ആണ്. അപ്പോൾ ദിനേശ് ദേശ്മുഖ് ഈ വിധി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവിടുത്തെ ഹിന്ദു മഞ്ച് പ്രസിഡൻ്റാണ്. ആദ്യം ഇത് താനെ ജില്ലാ കോടതിയിലാണ് കേസ് കൊടുത്തിരുന്നത്. അവിടെ നിന്ന് കല്യാൺ കോടതിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഈ വിധിയോടുകൂടി ഈ കോട്ടയുടെ ദുർഗടി കോട്ടയുടെ സാംസ്കാരികമായ സ്വത്വവും മതപരമായ സ്വത്വവും തെളിഞ്ഞു വന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു. 1971 താനെ കലക്ടർ ഇത് ഹിന്ദു ക്ഷേത്രമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഹിന്ദു ക്ഷേത്രമാണ്, അയോധ്യ തർക്കമൊക്കെ വരുന്ന പോലെ ഹിന്ദു ക്ഷേത്രമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ ഇസ്ലാമിക ഗ്രൂപ്പ് ഇത് മോസ്കാണെന്ന് പ്രഖ്യാപിക്കാനായിട്ടൊരു അപേക്ഷ കൊടുത്ത് ഈ തർക്കം തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും പരിശോധനകൾ, ഇത് മോസ്കാണോ ക്ഷേത്രമാണോ, വീണ്ടും പരിശോധനയുടെ ഒരു ഘട്ടം തുടങ്ങുകയാണ്. അപ്പോൾ അന്ന് ഈ ഹിന്ദുപക്ഷത്തിൻ്റെ വക്കീൽ ബാബു സാഹബ് മോദക്ക് കുറേ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി. ഈ ദുർഗടി കോട്ടയിലെ ജനാലകൾ, പിന്നെ ചൗത്തര, അതായത് അവിടുത്തെ പ്ലാറ്റ്ഫോം, വിഗ്രഹമൊക്കെ വയ്ക്കുന്ന പീഠമുണ്ടല്ലോ, ഇതൊക്കെ ഹിന്ദു ആരാധനയ്ക്കുള്ള ഒരു പീഠമാണ് അവിടെയുള്ളത് എന്നൊക്കെയുള്ളത് വക്കീൽ ഇത്തരം വസ്തുതകളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഹിന്ദു ഭാഗത്തിന് വേണ്ടി. വിഗ്രഹം അവിടെ നിന്ന് പിന്നീട് എടുത്ത് കളഞ്ഞാണ്. പക്ഷെ വിഗ്രഹം വെച്ചിരുന്ന പീഠമൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് മോസ്കിൽ വിഗ്രഹമില്ലല്ലോ. ഇല്ല. അപ്പോൾ ഷിൻഡെ സേന ഈ വിധി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയിൽ ബാലാസാഹബ് താക്കറെ ഈ നവരാത്രി ആഘോഷം തുടങ്ങിയിരുന്നു 1967. ധീരമായ ഒരു നടപടിയാണ്. ഷിൻഡെ ആരതി ഒഴിയുമൊക്കെ ചെയ്തിരുന്നു. 1967 ഇവിടെ ഈ കോട്ടയെ ചൊല്ലി കലാപവും ഉണ്ടായിരുന്നു. 1967 സെപ്റ്റംബർ 8 അവിടെ കാവി പതാക ഉയർത്തും എന്ന്
ബാലാസാഹിബ് താക്കറെ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അന്ന് അത് മുഖ്യമന്ത്രിയായിരുന്ന വസന്തറാവു നായിക്ക് നിരോധിച്ചു. അങ്ങനത്തെ യാത്രകൾ നീക്കങ്ങളൊക്കെ നിരോധിച്ചിരുന്നു. എന്നിട്ടും ആ നീക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ ബാലാസാഹിബ് താക്കറെ പൂജാരിമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അന്ന് പൂജ നടത്തി. 1967 ഒരു ധീരമായ നീക്കമായിരുന്നു അത്. ഈ താക്കറയുടെയൊക്കെ മകനാണ് ഉദ്ധവ് താക്കറെ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ലജ്ജിക്കേണ്ടത്. ആ താക്കറയ്ക്ക് ഭയങ്കരമായൊരു നിലപാടുണ്ട്, അതിലെ ആർജവമായിട്ട് ഹിന്ദുത്വ നിലപാട്. ഇയാളിപ്പോ കോൺഗ്രസിന്റെയും സോറോസിന്റെയും കൂടെ നടക്കുകയല്ലേ, അധികാര രാഷ്ട്രീയമല്ലേ, മറ്റേ അതില്ലല്ലോ. അതെ. അപ്പം മുസ്ലിം ഗ്രൂപ്പുകൾ ഇതിൻ്റെ അകത്ത് അനധികൃതമായിട്ട് പല പണികൾ നടത്തുന്നുണ്ട് എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പെയിൻറ്റിങ്ങുകൾ, പിന്നെ വെള്ളയും പച്ചയും നിറമൊക്കെ അടിക്കുക, ഒരു മോസ്കിൻ്റെ തരത്തിൽ. കല്യാൺ ഡോംബിവിലി കോർപ്പറേഷൻ ആണെങ്കിൽ ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഉന്നത പോലീസ് ഇടപെട്ടില്ല. ഈ മരം, കല്ല്, പടികൾ അവിടുത്തെ ഇതിനൊക്കെ പച്ച പെയിൻറ്റ് അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവർ. ശിവജി ഈ കോട്ടയിൽ യാത്ര വേളയിൽ കോട്ടയിലൊക്കെ വന്നിരുന്നതായിട്ടൊക്കെ വിവരമുണ്ട്. ഈ ശിവജി ഈ ആദിൽ ഷായിൽ നിന്ന്, ആദിൽ ഷാ മറ്റേ മുസ്ലിം സുൽത്താനാണല്ലോ, ആദിൽ ഷായിൽ നിന്ന് ശിവജി കല്യാണും ഭിവണ്ടിയും 1654 പിടിച്ചു. മറാത്ത സേന ശിവജിയുടെ. അങ്ങനെയാണ് ഈ കോട്ട ശിവജിയുടെ കയ്യിൽ എത്തുന്നത്. അങ്ങനെയാണ് ചരിത്രം. ഇത് ഈ ബോട്ടും കപ്പലും ഒക്കെ പണിയാനായിട്ടൊരു ഡോക്ക് യാർഡായിട്ട് ഈ കോട്ടയുടെ ഭാഗം പരിഷ്കരിച്ചു ശിവജി. ഈ കോട്ടമതിലിലെ കല്ലുകളൊക്കെ ബ്രിട്ടീഷുകാർ, കോട്ടമതിലിലെ കല്ലുകൾ എടുത്തിട്ട് ബ്രിട്ടീഷുകാർ കല്യാൺ താനെ കടൽപ്പാലങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ടും ചരിത്രമുണ്ട്. അന്ന് നമ്മൾ കെട്ടിപ്പൊക്കിയ കല്ലുകളല്ലേ? പിടിച്ച് കുറേ ഭാഗങ്ങൾ. ഇപ്പം നമ്മൾ ഈ കോട്ട ഇങ്ങനെ ഒരു ഇതായിട്ടേ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു കോട്ടയ്ക്ക് ഒരുപാട്, ഈ ബേക്കൽ കോട്ടയൊക്കെ നമ്മൾ കാണില്ലേ, ഒരുപാട് ഭാഗത്ത് ചുറ്റും കെട്ടിയിട്ടുണ്ടാകും. അത് കുറേ ഭാഗം പൊളിച്ച് കല്ല് കൊണ്ടുപോയിട്ട് താനേലും കല്യാണിലും ഒക്കെ കടൽപ്പാലങ്ങൾ ബ്രിട്ടീഷുകാർ പണിതു. അപ്പം മറാത്ത സാമ്രാജ്യകാലത്ത് ഇവിടെ 150 അടി ഒരു പുതിയൊരു വാതിൽ, നിലവിലുള്ള വാതിലുകൾക്ക് പുറമെ ഒരു 150 അടി വാതിൽ ഗണേശവാതിലിന് തെക്ക് പണിയുണ്ടായി ഈ കോട്ടയിൽ. മറാത്ത ജനറൽ രാംജി മഹാദേവ് ബിവൽക്കർ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം താമസമൊക്കെ ഈ കോട്ടയ്ക്കകത്തായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല ഈ കോട്ടയ്ക്കകത്ത്, കൊട്ടാരമൊന്നുമില്ല. ദുർഗാക്ഷേത്രവും ഉണ്ടായിരുന്നു പൂജയ്ക്കുമൊക്കെ. അങ്ങനെയാണ് ദുർഗടി എന്നുള്ള പേര് വരുന്നത്, ദുർഗാദേവിയുടെ സ്ഥലം എന്നുള്ള നിലയ്ക്ക്. 1876 ഇവിടെ നിന്ന് ദുർഗയുടെ വിഗ്രഹം ആരോ എടുത്തുകൊണ്ട് പോയി. മോഷണം, വെറും മോഷണമായിരിക്കില്ല, പിന്നെ ചില ഉദ്ദേശങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഹിന്ദു നാവികസേനയ്ക്ക് ആണ് ശിവജി ഇവിടെ ഈ ഡോക്ക് യാർഡ് ഉണ്ടാക്കിയിട്ട് രൂപം കൊടുത്തത്. കപ്പലുണ്ടാക്കുക, ബോട്ട് ഉണ്ടാക്കുക. 340 പോർച്ചുഗീസുകാരെയാണ് ഈ കപ്പല് ബോട്ടിൻ്റെയൊക്കെ അതിനുവേണ്ടി ഡോക്ക് യാർഡിൻ്റെ പണിക്ക് നിയോഗിച്ചത്. 1682 മുഗൾ സർദാർ അലിഖാൻ, ഹസൻ അലിഖാൻ ഈ സ്ഥലം പിടിച്ചു, ഈ കോട്ട പിടിച്ചതായിട്ടും രേഖയിലുണ്ട്. പക്ഷേ ശിവജിയുടെ മകൻ സാംബാജി അത് തിരിച്ചു പിടിച്ചു അയാളുടെ കയ്യിൽ നിന്ന്. 1689 വീണ്ടും മുഗൾ സേന ഇവിടം പിടിച്ചു. 1728 പോർച്ചുഗീസ് ആക്രമണത്തെ ശങ്കർ രാജ് കേശവ് ഫട്കെ അദ്ദേഹം പ്രതിരോധിച്ച് തോൽപ്പിച്ചതായിട്ട് രേഖയുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഹിന്ദു സേനയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. പേഷ്വ എന്ന് പറഞ്ഞാൽ മറാത്താമാരുടെ പ്രധാനമന്ത്രി, അതാണ് പേഷ്വ എന്ന് പറഞ്ഞാൽ. ശങ്കർ രാജ് കേശവ് ഫട്കെ എന്ന് പറഞ്ഞ പേഷ്വ, മറാത്ത പ്രധാനമന്ത്രി. ഇത് തിരിച്ചു പിടിച്ചു ഹിന്ദുക്കളുടെ. അതെ.
ഇപ്പോൾ പേഷ്വ എന്ന് പറഞ്ഞിട്ട് ശരത് പവാറൊക്കെ നമ്മുടെ ഫട്നാവിസിനെ കളിയാക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് ഈ കളിയാക്കൽ അല്ലേ? അതുകൊണ്ട് എന്ന് വെച്ചാൽ പേഷ്വമാര് ബ്രാഹ്മണ ഉന്നത കുലജാത മറാത്തയല്ല, ഇയാൾ ബ്രാഹ്മണനാണ് എന്ന് കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇയാൾ പേഷ്വാണെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് എന്ന് അല്ലാത്ത തരത്തിൽ പറയുക. അപ്പോൾ ഇതാണ് അങ്ങനെ ഒരു 50 കൊല്ലത്തെ തർക്കം, അരനൂറ്റാണ്ടായി തുടരുന്നൊരു തർക്കം ഹിന്ദു സമൂഹത്തിന് അനുകൂലമായിട്ട് ശിവജിയുടെ കോട്ടയും ക്ഷേത്രവും ഹിന്ദുക്കളുടേതാണെന്ന് തിരിച്ചു കിട്ടുകയാണ്. അത് വഖഫ് സ്വത്തല്ല എന്ന് ഈ ഒരുപാട് വഖഫ് തർക്കങ്ങൾ ഈ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോട്ടയും ക്ഷേത്രവും വഖഫല്ല എന്നുള്ള വിധി വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ശിവജിയുടെ കോട്ട വളരെ പ്രശസ്തമായിരിക്കുമല്ലോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രം, ഇതൊക്കെ വഖഫിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ പറയാൻ ഈ വഖഫ് ഓരോ ധൈര്യം കാണിക്കല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തമായ കൃത്യമായ വിധികൾ വന്നാൽ വഖഫിൻ്റെ ഈ ഒരു അഹംഭാവം അല്ലേ, ഈ ധാർഷ്ട്യം, ഇതൊക്കെ അവസാനിക്കില്ലേ? അതെ, പക്ഷേ 1995 ഈ നരസിംഹറാവുവിൻ്റെ കാലത്ത് വന്ന വഖഫ് നിയമം ഉണ്ടല്ലോ, ഭേദഗതി. ആ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഈ വഖഫ് ആയിരുന്ന സ്ഥലങ്ങളുടെയൊക്കെ കേസൊക്കെ വഖഫ് ട്രൈബ്യൂണൽ മാത്രമേ കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞ ആ ഭാഗത്തൊക്കെയാണ് ഭേദഗതി വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളല്ലേ അവിടെ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ കുറിച്ച് കൊടുക്കാവൂ എന്നൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളയാൻ പോവുക ഭേദഗതിയിൽ. കാരണം വഖഫ് ഏത് കോടതിയിലും കേസ് കൊടുക്കാൻ പാടില്ല. ഈ ട്രിബ്യൂണലിൽ ഇരിക്കുന്ന മുഴുവൻ മുസ്ലിം സമുദായക്കാരായ ജഡ്ജിമാരും ആയിരിക്കുമല്ലോ. അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഭേദഗതി വരരുതെന്നാണ് ഈ കോൺഗ്രസ് ഒക്കെ നിലവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരണം അല്ലേ? അത് മതപ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ കൊള്ളരുതാത്ത കുറെ ഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, ഏത് നിയമവിരുദ്ധമായിട്ടുള്ള ഭാഗങ്ങൾ ഭേദഗതിയിൽ. അതായത് ഇഫ് ഇറ്റ് സീംസ് എന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. ഒരു സ്ഥലം കണ്ടിട്ട് ഇത് വഖഫാണെന്ന് തോന്നിയാൽ വഖഫ് ബോർഡിനെ ഏറ്റെടുക്കാം. അതാണ് അതിനകത്ത് ഏറ്റവും സീംസ് എ വഖഫ് പ്രോപ്പർട്ടി ഇറ്റ് കുഡ് ബി ടേക്കൺ ഓവർ എന്നുള്ള മട്ടിലാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് നിയമമാവുന്നത്? അങ്ങനെ തോന്നിയാൽ എന്ന് പറയുന്നത് തെളിവ് കൊണ്ടുപോവാ. ഇപ്പം നമ്മൾ ഉദയ് പ്രതാപ് കോളേജിനെ പറ്റിയിട്ട് വഖഫ് ആണെന്ന് പറഞ്ഞ കാശിയിലെ കോളേജിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ല. തെളിവ് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് യോഗിയുടെ സർക്കാർ ആ കോളേജിൽ പോവുകയും ചെയ്തിരുന്നല്ലോ. അതിൻ്റെ അകത്തൊരു മോസ്ക് ആരോ കെട്ടിപ്പൊക്കിയെന്നുകൊണ്ട് ഇത് വഖഫാണെന്ന് പറയുന്നത്, ഇത് പണ്ട് ആദിൽ ഷായുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ക്ഷേത്രം ഇരിക്കുകയല്ലേ, ദുർഗാക്ഷേത്രം. അതെ, അപ്പോൾ എന്തായാലും ഇതൊരു വലിയ മാതൃകയാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.